വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കുകയും അസ്വാജൻ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, നിങ്ങളുടെ ഇണകളിലൂടെ അവൻ നിങ്ങൾക്ക് പുത്രന്മാരെയും പൗത്രന്മാരെയും അഥവാ പേരക്കിടാങ്ങളെയും ഉണ്ടാക്കി തരികയും ചെയ്തു. പിന്നെയോ വറസഖകും മിനത്ത്വയ്യിബാത്ത്, വിശിഷ്ട വസ്തുക്കളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. അഫബിൽ ബാതിലി യുഅ്മിനൂന വബിനിഅമതില്ലാഹി ഹും യക്ഫുറൂൻ, എന്നിട്ടും അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? നമുക്ക് നൂറ്റാണ്ടുകളായി കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, എത്ര സുഖത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. തേങ്ങയും നെല്ലും മാങ്ങയും പഴങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് അല്ലാഹു തരുന്നു. എന്നിട്ടോ ഒന്നും തരാത്ത ആളന്മാരാക്കി ആരാധിക്കുന്നു. ഇതെന്തൊരു നന്ദികേടാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നത് മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവർക്ക് വേണ്ടി യാതൊരു ഭക്ഷണവും അധീനപ്പെടുത്തി കൊടുക്കാത്തവരെയാണ് അവർ ആരാധിക്കുന്നത്. റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ശൈഅൻ വലാ യസ്തതിഊൻ, യാതൊന്നിനും കഴിയാത്തവരുമായിട്ടുള്ളവരെയാണ് അവർ അല്ലാഹുവിനെ ഇടനിലക്കാരാക്കി വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവർക്ക് വേണ്ടി യാതൊരു ഭക്ഷണവും അധീനപ്പെടുത്തി കൊടുക്കാത്തവരും യാതൊന്നിനും കഴിയാത്തവരുമായിട്ടുള്ളവരെയാണ് അല്ലാഹുവിന് പുറമെ അവർ ആരാധിക്കുന്നത്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, ആകയാൽ അല്ലാഹുവിന് നിങ്ങൾ ഉപമകൾ പറയരുത്. ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമൂൻ, തീർച്ചയായും അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ നിലപാട് ന്യായീകരിക്കാൻ വേണ്ടി പല ഉദാഹരണങ്ങളും പറയാറുണ്ട്. അല്ലാഹുവിനോട് ഇടനിലക്കാരാക്കുന്നവർ ഉപമകൾ പറയുന്നത് ഇങ്ങനെയാണ്: വക്കീൽ മുഖേനയല്ലാതെ കോടതിയിൽ നിന്ന് നീതി തേടാനാകുമോ? അതിനാലാണ് ഈ വിഗ്രഹത്തെ ഞങ്ങൾ ഇടനിലക്കാക്കുന്നത്, അല്ലെങ്കിൽ ഈ ജാറങ്ങളിൽ മക്ബറകളിൽ മരിച്ചുപോയ മഹാന്മാരെ ഞങ്ങൾ ഇടനിലക്കാരാക്കുന്നത് ഇവർ മുഖേന അല്ലാഹുവിലേക്ക് അടുക്കുവാനാണ്. വക്കീൽ മുഖേനയല്ലാതെ കോടതിയിൽ നിന്ന് നീതി തേടാനാകുമോ? ശുപാർശക്കാരെയൊന്നും കൂടാതെ പ്രധാനമന്ത്രിയിൽ നിന്ന് കാര്യം നേടാനാകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇടയാളന്മാർക്ക് തെളിവുണ്ടാക്കുന്ന പലരും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് അല്ലാഹു അല്ലാതെ ദൈവങ്ങളായി സ്വീകരിക്കുകയാണ് അവരെ. അതിനാൽ അല്ലാഹുവിലേക്ക് മടങ്ങുക. അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്